പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക ചരിത്ര രചനാ ശില്പശാല നടത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ എൻ ഗോപകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്നെ ആദ്യം എൻ്റെ പുറകെ ഓടി വന്ന് അഭിനന്ദിച്ചത് പാലക്കാട് തന്നെ സ്വദേശിയായ, പക്ഷെ അദ്ദേഹം ജനിച്ചു വളർന്നത് പുറത്താണ്, നിങ്ങൾക്കറിയാൻ പറ്റും. മങ്ങാട്ട് ഗോപാലമേനോൻ ICS കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഇനി നിങ്ങൾക്ക് അറിയാം MGK മേനോൻ പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു. അവർ രണ്ടുപേരുടെയും സഹോദരി പുത്രനായ രവി വാസുദേവനാണ്. രവി വാസുദേവൻ്റെ മൂത്ത സഹോദരൻ നിങ്ങൾക്ക് ഒരുപക്ഷെ നേരിട്ടറിയില്ലെങ്കിലും NCERTയുടെ പുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം. NCERTയുടെ പാഠപുസ്തകങ്ങളുടെ എല്ലാം, സോഷ്യൽ സയൻസിൻ്റെ എല്ലാ പാഠപുസ്തകങ്ങളുടെയും ചീഫ് അഡ്വൈസർ എന്ന് പറയുന്നത് ഹരി വാസുദേവനാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദർ രവി വാസുദേവനാണ് എന്നെ കൈ പിടിച്ചിങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് നടന്നാലും ഇല്ലെങ്കിൽ ഇങ്ങനൊരു വിഷൻ എന്നെ വല്ലാതെ വിസ്മയിപ്പിക്കുന്നു. അസാധ്യമായ ഒരു സങ്കല്പമാണത്, പക്ഷേ സാധ്യമാണ്. ലജി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. C. ദിവ്യ, ഷൈനി ജോസഫ്, V. പുഷ്കല എന്നിവർ സംസാരിച്ചു. ചരിത്രരചനയിലെ കുടമാറ്റങ്ങൾ എന്ന വിഷയത്തിൽ കോട്ടയം ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സ്റ്റഡീസിലെ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് വിഷയാവതരണം നടത്തി. അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ E. രേഖ അധ്യക്ഷത വഹിച്ചു. പ്രാദേശിക ചരിത്രരചന മുന്നൊരുക്കങ്ങളും സമീപനങ്ങളും എന്ന വിഷയത്തിൽ വെള്ളനാട് രാമചന്ദ്രൻ വിഷയാവതരണം നടത്തി. വിക്ടോറിയ കോളേജ് ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ P. ഗീത അധ്യക്ഷത വഹിച്ചു. ചർച്ചയും സംഗ്രഹവും നടന്നു. UTV ന്യൂസ്, പാലക്കാട്.